അവിടെ ഉള്ള ലീവ് കിട്ടിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ലടി ഈ കഫ്താൻ മുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത്. ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കല്യാണത്തിന് വന്നല്ലേ, ഞാൻ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോവാടേ. 10 മണിക്കൂറത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴും ആന നെറ്റിപ്പട്ടം ചുറ്റിയ ഒരു സാധനം എൻ്റെ കഴുത്തിൽ, ഒരു കുഞ്ഞിത്തലയാണ് കഴുത്തിൽ എങ്ങനെ വെക്കുന്നു അതേപോലെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, മന്തി തിന്നണമെന്ന് പറഞ്ഞു വന്ന ഞാൻ ബ്രെഡും ചായയും മാത്രമാകെ തുടങ്ങി. ഒന്നൊന്നര മാസത്തേക്ക് ഒന്നും കഴിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഇറക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എവിടെയൊക്കെ കുത്തവോ അവിടെ എല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് നാട്ടിൽ വരുന്നത് വീട്ടിലുകാരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ, വീട്ടിൽ കിടക്കാൻ, ഫുഡ് കഴിക്കാൻ. ഞാൻ 4 ദിവസത്തെ ലീവിന് വരുന്നത് എന്തിനാ? അമ്മ വീട് പോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ കാണാനേ. എപ്പോൾ വന്നാലും ഞാൻ ഹോസ്പിറ്റലിലാണ്. ഇപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നൊന്നും പറയണ്ട, അമ്മ വീട് അങ്ങനെ തന്നെ പറയണ എനിക്കിഷ്ടം. അങ്ങനെ നമ്മുടെ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഡിസ്ചാർജ് ആയി വീട്ടിലൊക്കെ പോയി റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഈ തലയാണം വെച്ചിട്ട് എവിടെയൊക്കെ പോവോ അവിടെ എല്ലാം ഞാൻ പോകുന്നുണ്ട്. കാരണം എനിക്ക് അടങ്ങിയിരിക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ ഈ അടിക്കടി കൂടോത്രം ചെയ്യുന്നവർ കുറച്ച് റെസ്റ്റ് എടുത്തും ഇൻ്റർവെൽ എടുത്തും ചെയ്യുക. കാരണം എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാനേ സമയമുള്ളൂ. നിങ്ങൾ കുറച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സാവധാനങ്ങളിൽ ഹോസ്പിറ്റലിൽ പോവാം, എൻ്റെ സൗകര്യത്തിനും പോവാവേ. ഈ സാധനമൊക്കെ വെച്ച് തിരിയുന്ന കണ്ടു കഴിഞ്ഞാൽ കറക്റ്റില്ല ദിലീപിൻ്റെ മറ്റേ ഒരു സിനിമയില്ലേടെ, എന്തിനായിരുന്നു, മീശമാധവൻ, അതിനകത്ത് പെടലി എന്ന് വിളിക്കുന്ന ആ പുള്ളി തിരിയണ പോലെയാണ്. ഒരാൾ എന്നെ പുറകിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ 360 ഡിഗ്രി മൊത്തത്തിൽ കറങ്ങിയാലേ ഇപ്പോൾ പുള്ളിനെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. 1.5 മാസം റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് 2 ദിവസം പോലും റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. കാരണം തിരിച്ചവിടോട്ട് പോകേണ്ട വിളി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ പോയിട്ടോ വേദന കൊണ്ട് ഞാൻ പിന്നെയും തിരിച്ചു വന്നു. സോ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. ബൈ.